വരണമേ കരളിൽ കതിരൊളി തൂക മേലേ വാനിൻ മേലേ സ്നേഹമാകും താരം പൂനിലാവിൻ രാസലീല ആടിടുന്നു. അതിന്റെ സമ്പന്നവും എന്റെ മാതാപിതാക്കളെയും അധ്യാപകരെയും എല്ലാ മുതിർന്നവരെയും ബഹുമാനിക്കുകയും Julia. Sunil, Professor. Nitin, Professor. Nitin, Professor. Shaiju, Sir. Hari. Hari. Hari Krishna. Pradeep, Professor. Sri Kumar. Hamsa. Professor. Jomo. Professor.
ഇവിടെ നടക്കുന്ന ഈ ഇന്നത്തെ ഒത്തുചേരൽ ഒരു നിയോഗമാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത ഇത്രയും നമ്മുടെ സഹപാഠികളെല്ലാവരും ഇവിടെ വന്നു. ഇതിന് പേരൊന്നു തന്നെ പറയാൻ പറ്റുള്ളൂ, സുഹൃതം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത് സുഹൃതം. നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അതിൽ വസിക്കുന്ന ദൈവിക ശക്തി വിശേഷമാണ് ഈ പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആയിത്തീരേണ്ടതാണ്. शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः शत्रुबुद्धिविनाशाय दीपज्योतिर्नमोऽस्तु ते दीपज्योतिर्नमोऽस्तु ते शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः ശക്തിയിലേക്ക്, ആരോഗ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്ന റാഫേൽ മാഷ്, വേദിയിലുള്ള ഈ സ്കൂളിലെ ബഹുമാന്യരായ മുൻ അധ്യാപകരും അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പങ്ങാരപ്പള്ളി സെയിൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിൻ്റെ 96-97 ബാച്ചിൻ്റെ ഈ ഒരു സംഗമം, സുഹൃതം എന്ന പേരിട്ടിരിക്കുന്ന ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഹൃദയപൂർവ്വം നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചത് എൻ്റെ സംവിധായകനാണ്. ശ്രീനാഥിനോടുള്ള സ്നേഹമാണ് ഇവിടെ വരാൻ കാരണം. ശ്രീനാഥ് ആദ്യകാലത്ത് എൻ്റെ നാടക പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നല്ല പോലെ അറിയുന്ന ഒരാളാണ്. എൻ്റെ കലാപ്രവർത്തനത്തിൻ്റെ ആദ്യ വഴികളൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ശ്രീനാഥ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ സിനിമ ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ശ്രീനാഥിനെ വിളിച്ചാൽ ഞാൻ ഇവിടേക്ക് പോകും. വയസ്സിൽ നമ്മൾ നടക്കാൻ പഠിക്കുന്നു, 41ാമത്തെ വയസ്സിൽ നമ്മൾ ഓടുന്നു, ചാടുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും നല്ല പ്രായമാണ്. ഗാനലോകവേദികളിൽ വേണുമാട്ടിടയൻ പ്രാണസഖി ഗായിക ശാരദ അതിസുന്ദരിയാണ്. അവൾ ഗ്രാമത്തിലെ പെൺകുട്ടിയാണ്. അതുകൊണ്ട് അവളെ കണ്ടാൽ പാട്ട് തന്നെ വരും. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം. എന്റെ പേര് സുശീല. സുശീല ഏതുവരെ പഠിച്ചു? ഞാൻ BA മണ്ടിപ്പെണ്ണെ 2 അക്ഷരമേ പഠിച്ചു. അത് തിരിച്ചിട്ട് ജയൻ എന്ന് പറഞ്ഞൊരു നടനായിരുന്നു. ഞങ്ങളുടെയൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെൺകുട്ടികളുടെ മാനം കവരുന്നവനെ
എന്തായിരുന്നു അറിയോ, പൂമാലയും കൊണ്ടാ പോവാ തിയേറ്ററിലേക്ക് ജയന്റെ സിനിമ കാണാൻ. നിൽക്കുന്നത് ജയന്ത് സ്ക്രീനിൽ വന്ന് ഞങ്ങൾ പൂവെടുത്ത് പോയി. കാരണം എന്താ അറിയോ, ഹീറോയിസം. 1.5 വർഷം ഹീറോ ആയിരുന്നു അതാണ്. അടുത്ത ഗെറ്റുഗദറിനെ കൂടുതൽ നന്നായി വരും. അങ്ങനെ നിങ്ങളെ ബഹുമാനത്തെ തിരിച്ചു വിളിച്ച് ഈ 41 വയസ്സിലും കൂടുതൽ സുന്ദരികളും സുന്ദരന്മാരുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീനാഥ് ശിവ, എല്ലാ അധ്യാപകർക്കും ആശംസകൾ നേർന്നു. ഞാൻ ഈ ചടങ്ങ് ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വർഷം മുന്നേയുള്ള അപ്പുറമുള്ള വിദ്യാർത്ഥികളല്ല ഇപ്പോൾ. അവരൊക്കെ എല്ലാവർക്കും മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ മാതിരി ഉത്തരവാദിത്തബോധമുള്ള പാരൻസ് ആയിരിക്കുന്നു, ജോലിക്കാരായിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയതിന് വലിയ സന്തോഷം. ഒപ്പം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അധ്യാപകരെ അവരെയും കൂടി കാണാൻ ഈ അവസരം ഞങ്ങൾക്ക് കിട്ടിയ വലിയ സന്തോഷം. ഞാൻ ഈ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോയി. എങ്കിലും നിങ്ങളൊക്കെ തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറപ്പെടുമ്പോൾ ഒരു 1:45 ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് എന്നോട് ഇതിന് സംഘാടകരെ ചിലർക്ക് വിളിച്ചു പറഞ്ഞു 2 മണിക്ക് മാഷെത്തണം എന്ന്. അസാധ്യമായിട്ടുള്ള കാര്യമാണത്. എങ്കിലും ഞാൻ മാക്സിമം സ്പീഡിൽ കാറിൽ പാഞ്ഞു വരുമ്പോൾ ഞാനിങ്ങനെ ഫിസിക്സിലെ ടൈം ട്രാവലിനെ കുറിച്ച് ചിന്തിച്ചു. ഞാൻ കുട്ടികളെ ഞാൻ നന്നായിട്ട് തല്ലിയിരുന്നു കുട്ടികളെ 4 അടി കണക്ക്. അത് കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ മനസ്സിന് വെറുപ്പുണ്ടാവുന്ന ആദ്യം കുട്ടികൾ പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു നമ്മുടെ. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുന്നത്. നല്ല വട കൊടുക്കും. സാധാരണഗതിയിൽ ഇവിടെ ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുമ്പോൾ പല ബാച്ചുകളും നടന്നു പോയിട്ട് ആരും UP സ്കൂളിലെ ടീച്ചേഴ്സിനെ വിളിക്കാറില്ല. അവരൊന്നും 5, 6, 7 പഠിച്ചു തരാതെ അവർ നേരിട്ടേക്ക്. ശരിക്കും നിങ്ങൾ ഇന്ന് ആദരിച്ചെങ്കിൽ
അധ്യാപകരെ ആദരിച്ചു. സന്തോഷം. നിങ്ങൾ ശരിക്കും ആദരിക്കേണ്ടത് നിങ്ങളെ നേഴ്സറിയിൽ പഠിപ്പിച്ച ടീച്ചർമാരെ മുതലിങ്ങോട്ട് തുടങ്ങണം. 5 വർഷത്താണ് എയ്ഡ് സർവീസ് കഴിഞ്ഞ് എയ്ഡ് സർവീസ് വന്നത്. ഞാനിവിടെ വരാണ്ടായത് അങ്ങനെ ഒരു 2 മാസം പഠിപ്പിച്ചുള്ള കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് സംശയമുണ്ട്. 97 ഞാൻ വരുമ്പോൾ വീട്ടിലേക്ക് വന്ന് സംശയം ചെയ്യാനും ശ്രീനാഥൊക്കെ കൂടി വന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്നത്. ഒരുപക്ഷെ എൻ്റെ മുഖം നിങ്ങൾക്ക് തീർത്തും അപരിചിതമായേക്കാം. എന്തായാലും 2 മാസം മാത്രം പഠിപ്പിച്ച ആൾക്കാരെ വിളിക്കണ്ട എന്ന് വെക്കുക എന്നുള്ളതാണ് നല്ലത്. കാരണം നിങ്ങൾക്കും ഒരു അപരിചിതത്വം ഉണ്ടാവും, എനിക്കും കുറച്ച് അപരിചിതത്വം ഉണ്ടാവും. സിയോണും എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഞങ്ങൾ 97 ബാച്ച് പിന്നെ ഇവിടെ കൂടുന്നുണ്ട്, മാഷ് വരണം, ഞങ്ങൾക്കൊന്ന് കാണണം, എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. കാരണം 97 ബാച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോഴും കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 27 വർഷം. നിങ്ങളിൽ പലരും ഈ 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ മുഖങ്ങളൊക്കെ ഒന്ന് കാണാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ജീവിത രീതികളൊക്കെ എങ്ങനെയാണോ ഒക്കെ ഒന്ന് അറിയാനും നിങ്ങളെ ഒന്നുകൂടെ ഓർത്ത് വെക്കാനൊക്കെ കിട്ടിയ ഒരു സന്ദർഭമാണിത്. ആരും എഴുതി ഒരുക്കിയ ശ്രീനാഥ് സിയോൺ അവർക്ക് ഞാൻ എൻ്റെ പ്രത്യേക അഭിനന്ദനം നേടുകയാണ്. 97 ബാച്ചിന്റെ ഈ സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇവ ഈ സ്കൂളിൽ നിന്ന് പോയത് പിന്നെ പലരെയും ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. കുറച്ചുപേരൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെങ്കിലും പലരെയും ഇന്നാണ് 27 നിങ്ങൾ പറയുന്ന 27 വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. പല മുഖങ്ങളൊന്നും ശരിക്കും ഓർമ്മയില്ല. പക്ഷേ എന്തെങ്കിലും എന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വരുമോ, ഇവനെ എനിക്ക് ഓർമ്മയില്ലല്ലോ, എനിക്ക് ഇവിടെ ഓർമ്മയില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ എല്ലാവരെയും കാണാനും. അപ്പൊ നിങ്ങൾ കടിയിട്ടില്ലേ? നിങ്ങളെ പിന്നെ കണ്ടോളാന്നിട്ട് മാഷുമാർ തിരിച്ച് വടിയൊക്കെ കൈപിടിച്ച് സ്റ്റാഫുകളിലേക്ക് പോകും. ഇന്ന് നിങ്ങൾ സ്കൂളിൽ വന്നപ്പോ ആ ബെല്ലടി കേട്ടപ്പോ എന്ത് തോന്നി? നിങ്ങളുടെ മനസ്സിൽ കൂടെ ഒത്തിരി മുഖങ്ങൾ കടന്നുപോയി, ഒത്തിരി അനുഭവങ്ങൾ കടന്നുപോയി അല്ലേ? ഇവിടെ സ്കൂളിൽ കണ്ടമാനം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോ സ്കൂളിൽ ഇപ്പോ ക്യാമറയുണ്ട്. പക്ഷെ അന്ന് ക്യാമറ ഉണ്ടായിരുന്നില്ല. അന്ന് ഒറ്റ ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ, പുരണ്ടത്തിൽ 2 കണ്ണുകൾ മാത്രം. അതെല്ലാം പഠിച്ചു. ഇന്ന് ക്യാമറ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. കാരണം ക്യാമറയില് പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് സ്കൂളിൽ നിന്നാണ് ഇപ്പം പറയപ്പെടുന്നത്. പലർക്കും എൻ്റെ മുഖമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. എൻ്റെ പേര് ഹരികൃഷ്ണൻ മാമോട്. ഞാൻ 10 ബിയിലാണ് 97 പഠിച്ചിറങ്ങിയത്. എൻ്റെ ക്ലാസ് ടീച്ചർ കൊച്ചുനാട് ടീച്ചറായിരുന്നു. ടീച്ചർക്ക് നമ്മളോട് കൂടി ഇല്ല. ശ്രീനാഥും പ്രമീളയും കണ്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ മെമ്മറിയോടെ പറയണം. എനിക്കിപ്പോൾ 27 കൊല്ലം കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല, അതോ ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം അധികം ആസ്വദിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. എനിക്ക് പ്രത്യേകിച്ച് മെമ്മറി അങ്ങനെ, കാരണം ഞാനൊരു സ്റ്റുഡിയസ് ആയിട്ടൊരു ആളായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ മെമ്മറി ഒന്നും വരുന്നില്ല. എന്തായിരുന്നാലും ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചേഴ്സിനോട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിലാണെങ്കിൽ ജമീന ടീച്ചർ, 6ാം ക്ലാസ്സിൽ ടീന ടീച്ചർ, 7ാം ക്ലാസ്സിൽ പത്മ ടീച്ചർ, 8ൽ ജയശ്രീ ടീച്ചർ. നമ്മൾ ഈ 27 വർഷത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ നമുക്കറിയാം, നമ്മൾ പലരെയും ഓർമ്മയില്ല എന്ന് പറഞ്ഞിരുന്നു. ഫോണൊക്കെ ചെയ്യുമ്പോൾ പലരും പറയുന്നത് ഓർമ്മയില്ല, ആരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അവരുടെ പാരൻസ് അവരിലേക്ക് എത്തിക്കാൻ നമ്മളെ അവർക്ക് തരാനൊരു മടിയാണ്. ചിലപ്പോൾ അവരുടെ വീട്ടുകാർക്ക് ആ നമ്പർ ഷെയർ ചെയ്യാനുള്ള ഒരു മടിയോ, നമ്മൾ ആ രീതിയിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞ് പലരും ഇപ്പോൾ ലാസ്റ്റ് ഡേ വരെ കോണ്ടാക്ട് കിട്ടാതെ ബുദ്ധിമുട്ടി. അതിലുള്ള 1-2 പേരെ ഇപ്പോൾ ഇന്ന് കാണുമ്പോഴാണ് ഈ 27 വർഷത്തിന് ശേഷമുള്ള നമ്മുടെ ഈ ശ്രമം കുറച്ച് അർത്ഥവത്തായത് തോന്നുന്നത്. നമുക്കറിയാം, നല്ല ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾക്ക് കണ്ടുമുട്ടാനൊരു ഭാഗ്യം ഉണ്ടായത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ബുദ്ധിമുട്ട് തോന്നാണ്. കാരണം നിരീശ്വരവാദികളൊന്നും ഇവിടെ ഇല്ലാന്ന് വിചാരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം. നല്ല ആശയങ്ങളൊക്കെ എടുത്തുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ ഓർമ്മകളൊക്കെ അയവിറക്കി 27 കൊല്ലത്തെ ഓർമ്മകളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച 5-6 പേരുണ്ട്.
അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വാട്സപ്പിൽ ഞാൻ ഗ്രൂപ്പിൽ നോക്കാറുണ്ട്. കാരണം നമ്മുടെ സ്കൂള് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഇപ്പോൾ ഹരീഷൻ പറഞ്ഞ മാതിരി മറ്റുള്ള എന്തൊക്കെ അത് പഠിച്ചാലും നമ്മൾ ഈ പങ്ങാരപ്പള്ളി സ്കൂളിൽ പഠിച്ചിട്ട് പ്രത്യേകിച്ച് പുല്ലനച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു അച്ചടക്കം കൊണ്ടാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു എൻ്റെ ലൈഫിൽ എപ്പോൾ അനുവർത്തിച്ചു വരുന്നതായിട്ടുള്ള ഒരു ചിട്ടയോ മറ്റുള്ള ജീവിത ക്രമങ്ങൾ കിട്ടിയതാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ അധ്യാപകരായിട്ടുള്ള പീറ്റർ മാഷ്, അതുപോലെ തന്നെ റാഫി മാഷായാലും എല്ലാ അധ്യാപകരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ജമീല ടീച്ചറുടെ വീട്ടിലൊക്കെ ഞാൻ പോയി ജോലിയുടെ ഒപ്പം നിന്ന് താമസിച്ചിട്ടുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ടീച്ചർ എനിക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു എൻ്റെ ലൈഫ്. ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്, ലോകത്തിലെ ഏറ്റവും നല്ല ജോലി ഏതാണ്? എന്താ നിങ്ങളുടെ അഭിപ്രായം? ലോകത്തിലെ ഏറ്റവും നല്ല ജോലി ഏതാണ്? ടീച്ചേഴ്സ്. ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആണെങ്കിലും ഇന്ത്യയുടെ രാഷ്ട്രപതി ആണെങ്കിലും നമ്മുടെ അധ്യാപകരെ കാണുമ്പോൾ നമ്മളവരുടെ മുമ്പിൽ കൊച്ചുകുട്ടികളാണ്, അല്ലേ? അവരെ നമ്മൾ എന്തായാലും ബഹുമാനിക്കും. ഇവിടെ ആദ്യം ഞാൻ ജോൺ മാഷ് പറഞ്ഞൊരു കാര്യം പറയാം. ജോൺ മാഷ് പറഞ്ഞത് എൻ്റെ ഫാദറിനെ കാണാറുണ്ട്. ഈവൻ ഇന്ന് രാവിലെ വരുമ്പോഴും എൻ്റെ ഫാദർ പറഞ്ഞത് പത്മജ ടീച്ചറെ കണ്ട അന്വേഷണം പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് വന്ന വഴിക്ക് തന്നെ കണ്ടു പറഞ്ഞു. അപ്പോൾ ജോൺ മാഷ് പറഞ്ഞ കാര്യം, ജോൺ മാഷ് എൻ്റെ ഫാദറിനെ കാണുമ്പോൾ അവൻ വന്നു അവൻ പോയി, ആ ഒരു ക്യാരക്ടറാണ് എൻ്റെ ഫാദർ. പക്ഷേ ഞാൻ ഇത്തവണ വന്ന സമയത്ത് എൻ്റെ ഫാദർ അങ്ങനെ പറയില്ല. കാരണം ഞാൻ കാണാൻ വന്നത് അധ്യാപകരെയാണ്. അപ്പോൾ ഒരിക്കലും എൻ്റെ ഫാദർ അവൻ വന്നു അവൻ പോയി എന്ന് ഇത്തവണ മാത്രം പറയില്ല.